നാളെ കാണാം. അപ്പൊ നാളെ കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്ന് നമ്മുടെ കല്യാണത്തിന്റെ വ്ളോഗാണ് വരാൻ പോകുന്നത്. അപ്പൊ അത് ഇതാട്ടോ നമ്മുടെ കല്യാണത്തിന്റെ വേഷം. ഞാനും ഉണ്ണിമോളും സെയിം ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിന്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം കുറെ നാളായിട്ട് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോ അവൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ അടുത്ത്, എനിക്ക് അമ്മനെ പോലത്തെ ഡ്രസ്സ് വേണം. അപ്പൊ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ആയിട്ടൊന്നും എടുക്കാറില്ല. അപ്പൊ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് എന്ത് ഡ്രസ്സ് എടുക്കുന്ന അത് തന്നെ സെയിം ആയിട്ട് അവൾക്ക് എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ അതെന്തായാലും എനിക്ക് ഭയങ്കര സക്സസ് ആയിട്ട് തോന്നി. എന്റെ അമ്മ തന്നെയാണ് തയ്ച്ചു തന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സുന്ദരിമാരൊക്കെ ഇപ്പൊ താലികെട്ടിന്റെ സമയമൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി താലമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അമ്പലത്തിലേക്ക് പോയിട്ട് അകത്ത് തൊഴുതിട്ട് ഇവിടെ പുറത്ത് വെച്ചാണ് കേട്ടോ താലികെട്ട്. അപ്പൊ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ഒരു സന്തോഷമുള്ള ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്. നമ്മള് എന്താ പറയാ ഈ എൻഗേജ്മെന്റ് നടത്തിയതും നമ്മുടെ സെലിബ്രേഷൻസും തലേദിവസവും എല്ലാത്തിന്റെയും ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമല്ലേ, ഈ ഒരു താലികെട്ട്. ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്രയധികം ആഘോഷങ്ങളൊക്കെ ആയിട്ട് കാത്തിരുന്നത്. അപ്പൊ ആ ഒരു സമയം നമുക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ പൂമാലയൊക്കെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്താണ്. അപ്പൊ രണ്ടുപേരും അവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പം നേരെ കുറച്ച് സമയം പൂജകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടോ, കാരണം ഒത്തിരി ലെങ്ത് ആയി പോവും. നമ്മുടെ ഇതൊരു കുഞ്ഞു വ്ളോഗല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് എന്തായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താതെ പറ്റില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ മാല ഇടുന്നതും താലി കെട്ടുന്നതും അങ്ങനത്തെ ഉള്ള ചടങ്ങുകളൊക്കെയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മണവാട്ടിയാണ് മാല ഇടുന്നത്. തുളസിമാല ഇടും. അമ്പലത്തിൽ വെച്ച് താലി കെട്ടുമ്പോ അങ്ങനെയാണല്ലോ. എന്റെ കല്യാണത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യം തുളസിമാല ഇട്ടിട്ട് പിന്നെ താലികെട്ട് കഴിഞ്ഞിട്ടാണ് മറ്റേ നമുക്ക് പൂമാല ഇടുന്നത്. അപ്പൊ അടുത്തതായിട്ട് ഇനിയിപ്പം ശ്രുതിക്കും മാലയിട്ട് കൊടുത്തിട്ട് അതിനുശേഷമായിരിക്കും താലി കെട്ടുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷമായിട്ടാ. അന്നേരത്ത് കണ്ടപ്പോഴും സന്തോഷമായി. ഇപ്പൊ വീണ്ടും ഇത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴും ഒരുപാട് ആ ഒരു മെമ്മറീസ് ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കടന്നു പോകുന്ന പോലെ. ഇതിപ്പോ ഒരു വ്ളോഗ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഫാമിലി ഫങ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഞാൻ വ്ളോഗ് ചെയ്യുന്ന വെച്ചാൽ എനിക്കിത് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എല്ലാരും വിചാരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് വെച്ചാൽ പോരെയെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ താലികെട്ട് കഴിഞ്ഞ കേട്ടോ, ഒരുപാട് മനസ്സ് നിറഞ്ഞൊരു സമയമാണ്. നമ്മുടെ അനീതിമാർക്കും എന്താ പറയാ നമ്മളായിട്ട് ചുറ്റി നിൽക്കുന്ന എല്ലാവർക്കും നല്ല നല്ല ജീവിതങ്ങൾ ഉണ്ടാവുന്നതല്ലേ നമുക്ക് സന്തോഷം. അപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി. ശ്രുതി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ഞാൻ കുഞ്ഞിലേ തൊട്ട് കളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളാണ് കേട്ടോ. ഇപ്പോ അവരൊക്കെ ഇങ്ങനെ ഓരോ ജീവിതത്തിലേക്കൊക്കെ കിടക്കുമ്പോയില്ലേ എനിക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. എന്റെ കല്യാണത്തിനൊക്കെ ഇവര് ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പതേ അവരൊക്കെ വളർന്നു വലുതായി, അവരുടെ കല്യാണമായി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് നമുക്ക് സന്തോഷമുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവർക്കും നല്ല നല്ല ഒരു ജീവിതങ്ങളിലേക്ക് അവരെത്തട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അത് ഇതെന്റെ ഒരു കൂട്ടുകാരിയാണ് കേട്ടോ, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ അവളെ കണ്ടപ്പോ ഞാൻ പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. എല്ലാവരും നല്ല സുന്ദരിമാരായിട്ട് ഒരുങ്ങി വരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു അല്ലെങ്കിലൊക്കെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ എന്തായാലും എടുത്തു വെക്കണമല്ലോ, നല്ല കളർഫുൾ ആയിട്ടിരിക്കുമല്ലോ. അപ്പൊ അത് എന്റെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും എന്റെ അനിയത്തിമാരും എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഇപ്പൊ നമ്മള് അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഹാളിലേക്ക് പോവായിരുന്നു. എന്റെ കല്യാണത്തിലും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മള് താലികെട്ട് പരിപാടിയൊക്കെ അമ്പലത്തിൽ വെച്ചിട്ടും അതിനുശേഷം ഈ ഒരു സെയിം ഹാളില്, ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഹാളാണ്, മാണിയാറ ഒരു മെമ്മോറിയൽ ഹാളാണ്. അപ്പൊ അവിടെ വെച്ചിട്ടായിരുന്നു അടുത്തായിട്ടുള്ള നമ്മുടെ ഫംഗ്ഷനൊക്കെ. അതായത് സ്റ്റേജ്, ഫോട്ടോ എടുപ്പ്, സദ്യ, അങ്ങനത്തെ ഉള്ള എല്ലാ പരിപാടികളും ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇവിടെ നല്ലൊരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു എന്താ പറയാ മെലഡി സോങ്സും നല്ല അടിപൊളി സോങ്സും. അവർക്ക് അതിനൊരു പ്രത്യേക ടാലന്റ് ആണല്ലോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ആ ചേട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഇതൊരു പാഷൻ പോലെ കൊണ്ടുനടന്നിരുന്നു. ആള് ഫ്ലൂട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ കൊണ്ടുനടന്നിരുന്ന ആള് ഇപ്പൊ അതൊരു പ്രൊഫഷനാക്കി മാറ്റിയിട്ടുണ്ട്. അതിങ്ങനെ ചിലർക്ക്
മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ്. അവര് ഒരു സ്കൂൾ ടൈമിൽ ഷൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഫ്ലൂട്ട് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ആളുടെ പ്രൊഫഷൻ അതാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാ. എന്നെ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി സംസാരിച്ചൊന്നുമില്ല, എന്നാലും എനിക്കിത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഒരു പാഷനും പ്രൊഫഷനൊക്കെ ഒന്നാക്കി എടുക്കാൻ പറ്റിയതിൽ ആള് ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും അത് അങ്ങനെയൊക്കെ ഇരിക്കട്ടെ. ഇതിപ്പോ നമ്മള് താലമൊക്കെ ആയിട്ട് നമ്മുടെ ചെക്കനെയും പെണ്ണിനെയൊക്കെ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നല്ല സാരി, ഹാഫ് സാരിയൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു എൻട്രി. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് എടുത്തോണ്ടാണ് കേട്ടോ ശരിക്കും കിട്ടാത്തത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ക്യാമറയിൽ കിട്ടിയ ഫോട്ടോസ് ഒക്കെ ആണെങ്കിലും നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവര് എടുക്കുമ്പോൾ അവര് സ്ട്രെയിറ്റ് ആയിട്ടല്ലേ എടുക്കുള്ളൂ. നമുക്കങ്ങനെ സൈഡിൽ നിന്ന് ഒരു വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോ എടുക്കാൻ. അപ്പൊ അത് എന്റെ അമ്മ ഹായൊക്കെ തന്നിട്ട് പോകണ്ട കേട്ടോ. ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് അമ്മയ്ക്കറിയാം. അപ്പൊ എല്ലാരും പോയി സ്റ്റേജിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഇത് പൂജ, എന്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. ഇവളാണ് കുറെ ഡാൻസ് ഒക്കെ എല്ലാരും പഠിപ്പിച്ചെടുക്കുന്നത്. നിച്ചുമോനും ഗ്രീനൊക്കെ ഇട്ട് റെഡി ആയി നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരു ഗ്രീൻ തീമായിരുന്നു. ഇന്നിപ്പോ പ്രത്യേകിച്ച് കളർ കോഡൊന്നും ഉണ്ടായില്ല, പക്ഷെ ഞങ്ങള് 4 പേരും ഒരു ഗ്രീൻ ആയിരുന്നു ഇട്ടിരുന്നത്. പിന്നെ സ്റ്റേജിൽ പോയിട്ട് അവരെല്ലാരും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളും വേഗം തന്നെ പോയി ഫോട്ടോസ് ഒക്കെ എടുത്തു. കാരണം പിന്നീട് എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ട് പല വഴിക്ക് പോകുമ്പോ പിന്നെ എല്ലാരും വിളിച്ചുകൊണ്ട് വരാനൊക്കെ പാടായിരിക്കും. ഇപ്പൊ ശ്രീകുട്ടൻ കയറി സെന്ററൊക്കെ നിന്നിട്ടൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് സരോഷിന്റെ ഫാമിലിയാണ്. അവരെല്ലാരും കൂടി കയറി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കയറിയത്. ഞങ്ങള് കയറിയ സമയത്ത് എനിക്ക് സെൽഫി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ശ്രീകുട്ടനെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, എന്റെ അനിയനാണ്. പിന്നെ കല്യാണ പെണ്ണിന്റെ സ്വന്തം അനിയനാണ്. ഞങ്ങള് കസിൻസ് ആണ്. അപ്പൊ അതെ ഞാനും ഉണ്ണിമോളും കൂടിയൊക്കെ വീഡിയോസ് ഒക്കെ എടുത്താണ് കേട്ടോ കുറച്ച്. പിന്നെ നിച്ചുമോൻ വന്നപ്പോ നിച്ചുമോൻ എന്നെ ഉമ്മ വെച്ച് വീഡിയോ ഒക്കെ നിന്ന് പോസ്റ്റ് ചെയ്യാനും ഒരു പൊടിക്ക് സ്പീഡ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ കാണുന്നത്. പിന്നെന്ന് വെച്ചാൽ ഈ വീഡിയോന് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടോ. കാരണം ഞാനിത് എന്താ പറയാ കുറേ വീഡിയോസ് എടുത്തായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങനെ കുറേ ക്ലിപ്സ് കളയാനും തോന്നുന്നില്ല. എല്ലാം ഒന്ന് എന്താ പറയാ വേണം എന്ന് തോന്നി. ഇത് ഞങ്ങൾ അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോ കണ്ണൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും ഒരു ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് എടുത്തത്. അടുത്തായിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങള് 4 പേര് ഇരുന്നു. അപ്പൊ ഉണ്ണിമോള് പോകുന്നതുകൊണ്ട് തൻവിയും കൂടെ വന്നു. ഇതെന്റെ ചേട്ടന്റെ മോളാണ് കേട്ടോ. ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവിടെ ഇല്ലുമിനാറ്റി സോങ് പ്ലേ ചെയ്യുന്ന കേട്ടിട്ട് ഇവള് ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ഡാൻസ് ഒക്കെയാണ് കേട്ടോ, സ്റ്റെപ്പൊക്കെ ഇറക്കിയിട്ട്. ഇവരിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ടൈം വർത്താനം. ഇവരെന്താ വർത്താനം പറയണെന്ന് എനിക്കറിയാൻ പാടില്ല, അവർക്കും അറിയാൻ പാടില്ല. എന്നാലും ഇവര് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 2 പേരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളും വേഗം വന്നു, 2 വേഗം വന്നു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അവരൊരുമിച്ച് ഇരുന്ന് കഴിച്ചോട്ടെ. എനിക്ക് സദ്യയൊക്കെ വന്നിട്ട് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സദ്യയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ എന്നെക്കാളും ഇവിടെ സദ്യയുടെ ആരാധിക എന്റെ ഉണ്ണിമോളാണ് കേട്ടോ. അവൾക്ക് സദ്യ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇല കഴിക്കുന്നത്. ഇതെന്റെ ഒരു അനിയനാണ് കേട്ടോ, അക്ഷയ്. അപ്പൊ ഞാൻ എന്റെ എല്ലാ കസിൻസിനെയും എന്റെ അനിയന്മാരെയും അനിയത്തിമാരെയും ചേച്ചിമാരെയും മാക്സിമം എല്ലാവരെയും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡാൻസ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരം ഞാനിത് പാട്ടൊന്നും പ്ലേ ചെയ്യണില്ല കേട്ടോ. ഇനിയിപ്പോ പാട്ടിന് നമുക്ക് കോപ്പിറൈറ്റ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ഭാഗം കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഭാഗത്തേക്ക് മാത്രം പാട്ടിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. എന്തായാലും ഡാൻസ് നല്ല സൂപ്പർ ആയിരുന്നേ. തലേ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഡാൻസ് ഉള്ളെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവര് പിറ്റേ ദിവസത്തേക്കും കൂടി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കായിരുന്നു എന്ന് എനിക്കിത് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും അത് ഭയങ്കരമായിട്ടും രസമുണ്ടായിരുന്നു. ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സിങ്ങിൽ കളിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നു. പിന്നെയും ഉണ്ണിമോളും വേറെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെണ്ണ് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്.
ആഘോഷത്തിന്റെ ഒക്കെ ഇടയിലായിരിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കും ആ ഒരു സങ്കടം അറിയില്ല. അച്ഛനമ്മയ്ക്കൊക്കെ ചിലപ്പോൾ ഒരുപാട് സങ്കടമൊക്കെ തോന്നും. പക്ഷെ നമ്മൾ മണവാട്ടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് മൊത്തത്തിൽ ഇപ്പൊ പോയിട്ട് ഇനി റിസപ്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരാമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു മൊമെന്റ് ആയിരിക്കും. ഇത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ വിരുന്നൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നൊരു സമയമുണ്ട്. ആ സമയത്തായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നേ. ഇവരെല്ലാരും കരയാണ് ട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഒരു വീട്ടിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരാൾ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോ ഒരു പറയാൻ പറ്റാത്തൊരു സങ്കടമായിരിക്കും അല്ലേ. ഇവര് പോയതിന്റെ ഒരു സങ്കടം ഉണ്ടോ? അതങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. നിച്ചു കല്യാണം എങ്ങനെ ഉണ്ടായി? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ഈ ഒരു വെൽക്കം ബോർഡിന്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് വീണ്ടും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടാ. ഈ ഒരു ഫോട്ടോ ഒക്കെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോസ് ആണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിമോളുടെ വേറൊരു ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ അവളായിട്ട് നിന്നിട്ടും ഉണ്ണിമോള് ഫോട്ടോസ് ഒക്കെ എടുക്കാണ്ട്. ഉണ്ണിമോൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. റിസപ്ഷൻ കൂടാ കാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞട്ടോ കല്യാണത്തിന്റെ. ഇനിയിപ്പോ നമ്മള് നേരെ വീട്ടിൽ പോകുന്നു. കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുക്കാന്ന് വിചാരിക്കണേ. കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട്. എന്തൊക്കെ നടക്കുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ പോയി എടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ നമ്മള് അടുത്ത ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റിസപ്ഷന് റെഡി ആയിട്ട് വരും. അപ്പൊ ഇനി ബാക്കി നമുക്ക് അതൊക്കെ കൂടി കണ്ടിട്ട് ഇതൊക്കെ ഞാൻ ചിലപ്പോ ഒരൊറ്റ വീഡിയോ ആക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ കട്ട് ചെയ്ത് 2-3 വീഡിയോ ഒക്കെ ആക്കും. കാരണം എല്ലാം കൂടി വരുമ്പോ ഭയങ്കര ലെങ്ത് ആയി പോകുമെന്ന് പറയാൻ പറ്റില്ല. അതെ, കുഞ്ഞത്തെ വീട്ടിലാണ് നമ്മൾ റെഡി ആവുന്നത്. അപ്പൊ നമുക്ക് റെഡി ആയിട്ട് കാണാം കേട്ടോ. വ്ളോഗ് ഞങ്ങളെല്ലാരും റിസപ്ഷന് പോകാൻ വേണ്ടി വണ്ടി അവിടെ വന്ന് കാത്തുകിടപ്പുണ്ട്. നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം കാർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ അവിടെ എത്തും. ബാക്കി അവരെയൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മള് റിസപ്ഷന് വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരൊറ്റ വണ്ടിയിലാട്ടോ പോയത്. യാത്ര തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഹായ്, വണ്ടിയിലുള്ള ആൾക്കാരാണ് ഇത്. ഇപ്പൊ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് എനിക്കൊരു പ്രശ്നം പറ്റിയെന്താന്ന് വെച്ചാൽ എന്റെ ഫോണിന്റെ ചാർജ് ഏകദേശം തീരാറായി കേട്ടോ. അതുകൊണ്ട് റിസപ്ഷന്റെ ഭാഗങ്ങൾ നമുക്ക് കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഉണ്ണീസിന്റെ ഡ്രസ് ഇട്ടാ കാണട്ടെ. ഇതെന്നെ ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക്സ് പിന്നെ അത് മതിയാ. വെൽക്കം ഡ്രിങ്കിന്റെ തിരക്കാണ് ഇവിടെ നടക്കണം. ഹായ്, ഇത് നമ്മുടെ സ്വാതിയുടെ മോനാണ് കേട്ടോ. സ്വാതിനെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചില്ലേ, അവളെന്റെ ചിറ്റയുടെ മോളാണ്. അപ്പൊ അവരുടെ 2 മക്കളാണ് കേട്ടോ അത്. ഇവൻ എന്നായിട്ട് ഭയങ്കര കമ്പനിയാണ്. പിന്നെ നമ്മുടെ തൻവി കുട്ടി ഇവിടെ നിപ്പുണ്ട്. അവര് കസിൻസ് എല്ലാവരും കേറി നിന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ കേക്ക് കട്ടിങ്ങിന്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ 2 വീട്ടുകാരും എല്ലാവരും കൂടി കേറിയിട്ട് കേക്ക് കട്ടിങ് ഒക്കെ നടക്കാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാം. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി. പക്ഷെ എന്റെ ഫോൺ ഓഫ് ആയി പോയോണ്ട് എനിക്ക് അധികം വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏകദേശം നമുക്ക് ഇതും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ കഴിയാണ്. അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ എന്താ പറയാ, മൊത്തത്തിൽ നല്ലൊരു ചില്ല് ചെയ്ത കല്യാണമായിരുന്നു. കുറേ നാള് കൂടിയിട്ട് നമ്മളുടെ ഒരു അടുത്ത കല്യാണങ്ങൾ വരുമ്പോ മൊത്തം ഒരാഘോഷമായിരിക്കുമല്ലോ. കുറേ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കല്യാണവും കൂടി കഴിഞ്ഞപ്പോ എന്താ പറയാ, ഒരു മഴ പെയ്ത് തോർന്ന പോലെയായി. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അടുത്ത കസിൻസ് ഒക്കെ ഉടനെ തന്നെ കെട്ടട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്യാണം കൂടുന്നത് ഒരു വൈബല്ലേ. അപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കല്യാണ വ്ളോഗ് വരുമ്പോ എല്ലാരും ചോദിക്കട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഈ കല്യാണങ്ങൾ ഉണ്ടല്ലേ. നമ്മുടെ ഓരോരോ പിള്ളേർ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഇതൊക്കെ എൻജോയ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ബൈ.